Good morning. Good morning, Good ma'am. morning, Miss. Good morning, ma'am. Prayer ആരാണ്? Prayer ആരാണ് പ്രസന്റ് ചെയ്യണേ? ഞാൻ ചെയ്യാം. ടീനയാണോ? അതെ മാം. Good morning. Good morning. Prayer പറഞ്ഞോട്ടാടാ. Thank you, God, for this new day. In my school to work and pray. Please be with me all day long. In every story, game, and song. May all the happy things we do make you others happy too. Thank you, God. Simon and thought of the day. Thought of the day മലയാളത്തിൽ പറയാൻ പറ്റുമോ? Okay, പറഞ്ഞോട്ടാ. Good morning to all. I am John C. Thought of the day. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സ്വന്തമാക്കുക. ശുഭദിനം. സൈനിന്റെ ഭാഗമായിട്ട് എന്താ പാടാണോ? കുഴപ്പമില്ല. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്ത ചാപ്റ്റർ ടെൻഡൻസി ഓഫ് മാൻ ആണ്. അത് നമ്മള് കുട്ടികൾ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞില്ലല്ലോ. ഇത് മൂമെന്റ്സ് വരെയല്ലേ പറഞ്ഞു നിർത്തിക്കണ ചാപ്റ്ററിന്റെ കൺക്ലൂഷൻ നമ്മൾ നോക്കിയത് മൂമെന്റ്സിന്റെ വരെയാണോ, അല്ലെങ്കിൽ മൂമെന്റ്സും കൂടി നോക്കാനുണ്ട്? മൂവ്മെന്റ്സിന്റെ കൂടി നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിപ്പയർഡ് ആയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും മൂവ്മെന്റ്സ് നോക്കിയിട്ടുണ്ടോ ഇപ്രാവശ്യം? ആരൊക്കെയാണ് മൂവ്മെന്റ്സിന്റെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഒന്ന് മെസ്സേജ് അയക്കാം. വേറെ ആക്ടിവിറ്റി ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ? ഇല്ല മാം. മെസ്സേജ് അയക്കാം. ആരൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്? മൂവ്മെന്റ്സിന്റെ ഞാൻ പറയാം കുറച്ച്. ഒരു മിനിറ്റ് ദീപ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ടെൻഡൻസി ഓഫ് മാനും കൂടി നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് തരണം കേട്ടോ. ടെൻഡൻസി ഓഫ് മാൻസ് 40 യൂണിവേഴ്സൽ ടെൻഡൻസി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. അപ്പൊ ഇപ്പൊ എക്സ്പ്ലോറേഷന്റെ ഓർഡർ ആണെങ്കിൽ ആ ഒരു മീനിങ് എന്താണോ അത് മാത്രം പറഞ്ഞാൽ മതി. നെക്സ്റ്റ് പോയിന്റിന്റെ മീനിങ് മാത്രം നിങ്ങളൊന്ന് നോക്കിയിട്ട് വരണം കേട്ടോ. എല്ലാവരോടും ആണ്. നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കുന്നത് ചിലപ്പോ ലെക്ചറിനോട് നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടാവും. അതൊന്ന് റെഫർ ചെയ്താൽ ചിലപ്പോ ആ സമയത്ത് ആ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതും മീനിങ്ങും കൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതൊന്ന് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ ആണോ? അപ്പൊ പറഞ്ഞോട്ടെ ദീപ. ഓക്കെ മാം. യൂണിറ്റ് 8 മൂവ്മെന്റ്സ് ആണ് പറയുന്നത്. മൂവ്മെന്റ്സ് മോണ്ടിസോറി പറയുന്നത് കുട്ടിയുടെ വളർച്ചയിൽ മൂവ്മെന്റ്സ്, അതായത് ചലനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നാണ്. ചില സ്കൂളുകളിൽ നമ്മൾ പഠനമാണ് മികച്ചത് എന്ന് കരുതപ്പെടുന്നു. അപ്പൊ മൂവ്മെന്റ്സ് എന്നതുകൊണ്ട് വ്യായാമം, ശാരീരിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഗെയിംസ് എന്നതിൽ ഒതുങ്ങിപ്പോകുന്നു ചില സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ. ചലനം മനസ്സിന്റെ വികാസത്തെ സഹായിക്കുന്നു എന്ന് പറയപ്പെടുന്നു. മസ്തിഷ്കം ചിന്തയുടെ ഒരു കേന്ദ്രമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. തുടർന്ന് മസ്തിഷ്കം അയക്കുന്ന സിഗ്നലുകളിലൂടെ ചലനം നടത്തപ്പെടുന്നു. അങ്ങനെ ഒരു ചെറിയൊരു വിവരണമാണ് ഫസ്റ്റ് പേജിൽ കൊടുത്തേക്കുന്നത്. ഇത് നമ്മെ ശ്വസിക്കാനും ചലിക്കാനും മാത്രമല്ല സഹായിക്കുന്നത്, നമുക്ക് മാനസികമായിട്ട് അതുപോലെ നമുക്ക് ആക്ടിവിറ്റി ചെയ്യാനും അങ്ങനെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചലനം നമ്മെ ഒരുപാട് സഹായിക്കുന്നു. ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് പറയാനായിട്ട് നോക്കിയുള്ളൂ കേട്ടോ മാം. കൂടാതെ നമ്മുടെ വ്യക്തിത്വ വികസനത്തിനും വളരെയധികം മൂവ്മെന്റ്സ് പങ്കുവഹിക്കുന്നു. കുട്ടിക്ക് കിട്ടുന്ന ചലനങ്ങൾ ക്രമരഹിതമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതല്ല. അവ ഓരോന്നും അവന്റെ വളർച്ചയുടെ പല കാലഘട്ടങ്ങളിലൂടെ സംഭവിക്കുന്നതാണ്. എക്സാമ്പിൾ, കുട്ടി നീങ്ങാൻ തുടങ്ങുമ്പോൾ അവന്റെ മനസ്സ് ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹത്തോടു കൂടി കുട്ടി അത് ചെയ്യുന്നു ചെയ്യാൻ കഴിയുന്നു. അവന്റെ ചുറ്റുപാടുകൾ ഏറ്റെടുത്ത് അവനിൽ പലതരം ചലനങ്ങൾ ഉണ്ടാകുന്നു.
മഹത്തരവും അതിശയകരവുമായ അവന്റെ ഒരു ഒരു അവനൊരു ഇത് ചെയ്യണമെന്നുള്ള ഒരു തോന്നൽ, ഒരു നിഗൂഢമായ ശക്തി എന്ന അതിൽ ചുരുക്കി പറയാം. അപ്പൊ അവൻ പതിയെ വളരാൻ തുടങ്ങുന്നു. ഈ രീതിയിൽ ഇങ്ങനെ ഓരോ സ്റ്റേജ് വഴി വളർന്ന് അവനൊരു അഡൽട്ടായി മാറുന്നു. അവൻ ആദ്യം തന്റെ കൈകളിലൂടെ അല്ലെങ്കിൽ അനുഭവത്തിലൂടെ ഒക്കെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നു. അവൻ ആദ്യം ചെറിയ മൂവ്മെന്റ്സ്, ഒരു സാധനം ഇങ്ങനെ ദൂരത്തിരിക്കണം പതുക്കെ എത്തിപ്പിടിക്കാനും അല്ലെങ്കിൽ മുട്ടിലഴയാനും അങ്ങനെയുള്ള കുഞ്ഞായിരിക്കുമ്പോൾ അവൻ അങ്ങനെ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവൻ ചെറിയ വർക്കുകൾ ചെയ്യാൻ തുടങ്ങുന്നു. ഒരു കുട്ടി ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ഒരു വർക്കാക്കിയിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ ചെറിയ വർക്കുകൾ അവൻ ചെയ്യാൻ തുടങ്ങുന്നു. ഒരു ക്ലാസ് ഒക്കെ നേരെ എടുത്ത് പിടിക്കാനും, അല്ലെങ്കിൽ അവന് പറ്റുന്നത് എന്താണ്, അപ്പൊ ഒരു താഴെ കിടക്കുന്ന ഒരു സാധനം നമ്മുടെ പേരൻസ് എടുത്തു തരാനൊക്കെ പറയുമ്പോൾ അവനത് എടുക്കാനൊക്കെ അവനൊരു ജോലിയായിട്ടാണ് അവനത് കാണുന്നത്. ഇപ്പൊ അത് അവന്റെ ആ ഒരേ വളർച്ചയിൽ അങ്ങനെ ഓരോ ഘട്ടമായിട്ട് അവനിൽ മൂവ്മെന്റ്സ് സംഭവിച്ചാണ് അവന് ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ് ആണ് അടുത്തത്. ഒരു കുട്ടിയുടെ സഞ്ചാര സ്വാതന്ത്ര്യം അവന്റെ അന്തരീക്ഷം നിരീക്ഷിക്കാനും അതിനെപ്പറ്റി കാര്യങ്ങൾ മനസ്സിലാക്കാനും സൗകര്യം നൽകുന്നു. മോണ്ടിസോറിയിൽ പഠിക്കുന്ന കുട്ടികൾ അവന്റെ ആക്ടിവിറ്റീസ് സ്വന്തം ഇഷ്ടത്തോടെ ചെയ്തു തീർക്കുകയും ചെയ്യുന്നു. ചുറ്റുമുള്ള എൻവയോൺമെന്റിൽ അവൻ തനിയെ മനസ്സിലാക്കി. ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടി മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് കൂടുതൽ മികവുള്ള കുട്ടികളായിട്ട് കണക്കാക്കപ്പെടുന്നു. കുട്ടിയുടെ ചലനത്തിലൂടെ മാത്രമേ അവന് സന്തോഷപരമായിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് അവന് മനസ്സിലാക്കി എടുക്കാൻ, നമ്മൾ ഒരാളെ കമ്പല് ചെയ്ത് ചെയ്യുമ്പോൾ കുട്ടിക്ക് അതിനോട് ഒരു എന്താ പറയാ, ഒരു ഇഷ്ടക്കുറവ് തോന്നും. അപ്പൊ അവനത് സ്വയം തോന്നി അവനൊരു ഫ്രീഡം നമ്മൾ കൊടുക്കുക. നമ്മൾ അവനെ അപകടങ്ങളൊന്നും ഉണ്ടാവാതെ ഒന്ന് വാച്ച് ചെയ്യാനുള്ള ഒരു മനസ്സ് മാത്രം നമ്മൾ പേരൻസ് ആയാലും ഫെസിലിറ്റേറ്റർ ആയാലും കൊടുക്കുമായിരിക്കും ബെറ്റർ. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ചലനം പേശികളെ ബലപ്പെടുത്തുകയും കുട്ടിയുടെ മനസ്സിനെയും വികാരങ്ങളെയും അറിഞ്ഞ് അവന് ബിഹേവ് ചെയ്യാനായിട്ട് അവനെ സഹായിക്കുന്നു. അടുത്ത അതിലൊരു പിന്നെ സ്പിരിറ്റ് ആൻഡ് ഫ്ലഷ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആത്മാവും മാംസവും അതിന് ജസ്റ്റ് പറഞ്ഞു. മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ ഇൻഫന്റ് സ്റ്റേജിൽ കുട്ടികൾ പലതും ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ അതിനുള്ള ശക്തി അവനില്ല. എന്നാൽ കുട്ടിയുടെ സ്പിരിറ്റ് സന്നദ്ധം, അവന്റെ മനസ്സ് എപ്പോഴും ഇത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ അവന് ഓരോ കാര്യങ്ങൾ അവന് ഇത്തിരി ഭാരമുള്ള സാധനമൊക്കെ എടുക്കാനായിട്ട് അതിനുള്ള ആ ഒരു ശക്തി ഉണ്ടായിരിക്കില്ല. സ്പിരിറ്റ് സന്നദ്ധമാണ്, പക്ഷെ ജഡം ദുർബലം എന്നൊരു വേർഡ് അവിടെ പറയുന്നുണ്ട്. ഒരു സെന്റൻസ്, ഒരു ചെറിയൊരു ലൈൻ പറയുന്നുണ്ട്. ഫ്ലഷ് എന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള പേശികളുടെ സമ്പൂർണമായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു നമ്മുടെ ബോഡിനെയാണ് മൈൻഡ് ആൻഡ് ബോഡി എന്നാണ് സ്പിരിറ്റ് ആൻഡ് ഫ്ലഷ് ഉദ്ദേശിക്കുന്നത്. ഒരു അങ്ങനെ പറയും. പേശികളുടെ ഒരു എന്താ വെച്ചാൽ നമ്മുടെ ആ ബോഡി ആ ഒരു ഭാഗമായിട്ട് ഫ്ലഷിനെ ഇവിടെ വ്യാഖ്യാനിക്കുന്നു. ജനന സമയത്ത് കുട്ടിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, എന്നാൽ വളർച്ചയുടെ പല സ്റ്റേജുകളിൽ അവൻ പരിശ്രമിച്ച് പതിയെ ചെയ്താണ് അവനിൽ മൂവ്മെന്റ്സ് ഉണ്ടായി അവന് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ് പറഞ്ഞേക്കണം മൂവ്മെന്റ് ആൻഡ് മെന്റൽ അസിമിലേഷൻ ആണ് പറയുന്നത്. ചലനവും മാനസിക സ്വാംശീകരണവും എന്ന് പറയുന്നു. കുട്ടി ചലനത്തിലൂടെ ഓരോ കാര്യങ്ങള് ഇപ്പൊ ഒരു സാധനങ്ങളൊക്കെ എടുക്കുന്നതൊക്കെ അതിലൂടെ കുട്ടി ചലനത്തിലൂടെ ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നു. അവന്റെ യഥാർത്ഥ പഠനത്തിൽ അവൻ ചലനം ഉൾപ്പെടുത്തി ഓരോ മൂവ്മെന്റ്സിലൂടെ അവൻ തന്റെ മാനസിക ശേഷിയും ഓരോ കാര്യങ്ങളും മെച്ചപ്പെടുത്തി എടുക്കുന്നു. മൂവ്മെന്റ് ആൻഡ് ഡിസ്കവറി, ചലനവും കണ്ടെത്തലുകളും എന്നും പറഞ്ഞിട്ടൊരു അതില് ഫസ്റ്റ് വൺ പറയുന്ന മൂവ്മെന്റ് ആൻഡ് കോൺസെൻട്രേഷൻ, ചലനവും ഏകാഗ്രതയുമാണ്. മോണ്ടിസോറി പറയുന്നത് അനുസരിച്ച് കുട്ടികളുടെ ശ്രദ്ധയും ഏകാഗ്രതയും നേടുന്നത് പല സ്കൂളുകളും ദൃശ്യ സഹായികൾ, കഥകൾ, അധ്യാപകരുടെ പെരുമാറ്റം വഴി അങ്ങനെ പല മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. എന്നാൽ കുട്ടിക്ക് ഏകാഗ്രത ലഭിക്കാൻ വേണ്ടി അവൻ മെറ്റീരിയൽസുമായിട്ട് ഇടപഴകണം. എന്നാൽ അതുപോലെ കുട്ടിക്ക് മെറ്റീരിയൽസ് നിബന്ധനകളില്ലാതെ ചെയ്യാനുള്ള ഫ്രീഡം നൽകിക്കൊണ്ട് അവനെ ആക്ടിവിറ്റീസുകൾ ചെയ്യിക്കാനും അവൻ വേറെ അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാതെ അവനെ വാച്ച് ചെയ്യുക മാത്രമാണ് മോണ്ടിസോറി ക്ലാസ് റൂമില് ടീച്ചേഴ്സ് ചെയ്തു പോകുന്നത്. അടുത്തത് മൂവ്മെന്റ്, റെപ്പിറ്റീഷൻ ആൻഡ് ഡിസ്കവറി, ആവർത്തനവും കണ്ടെത്തലുകളും. മോണ്ടിസോറി വിശ്വസിക്കുന്നത് ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നതും അവൻ പഠിച്ച കാര്യങ്ങൾ
അവൻ എങ്ങനെ മനസ്സിലാക്കുകയും എങ്ങനെ ചെയ്യുമ്പോഴുമാണ് കുട്ടിയോടുള്ള തികഞ്ഞ അത് ആ ഒരേ കാര്യങ്ങൾ അവൻ എങ്ങനെ മനസ്സിലാക്കി എടുക്കുന്നതും എന്നും അതിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. വ്യായാമം വീണ്ടും ഒരു ചെറിയൊരു ഇതെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി എന്ത് ചെയ്താലും അതൊരു വ്യായാമമായിട്ട് ഞാൻ ഇതിപ്പോ എന്റെ സ്വന്തം ഒരു അഭിപ്രായത്തിൽ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മള് ഇച്ചിരി മുതിർന്നവർ ഇപ്പൊ രാവിലെ വൈകുന്നേരം അങ്ങനെ ഓരോ കാര്യങ്ങളിൽ നമ്മൾ എക്സസൈസ് ആയിട്ട് ചെയ്യുന്നു. പക്ഷെ എന്റെ മക്കള് രണ്ടുപേരും പഠിക്കുന്നത് സരസ്വതി വിദ്യ മന്ദിരത്തിലായിരുന്നു, സ്കൂളിലായിരുന്നു. അവിടെ എല്ലാ ദിവസവും യോഗകൾ ചെയ്തിട്ട് ഞങ്ങള് കൊറോണ ടൈമിലായിരുന്നു ഫോട്ടോ എടുത്ത് അയക്കണം എന്ന് പറഞ്ഞ് ടീച്ചർ ഇങ്ങനെ പറയായിരുന്നു. അപ്പൊ അന്നേരം ഇവര് രാവിലെ ഒക്കെ എണീക്കാൻ ചെറിയ മടി കാണിക്കും. അപ്പൊ 5:30 എണീക്കണം, അങ്ങനെ ചെറിയ നിർബന്ധം ഇപ്പൊ സ്കൂളില്. അപ്പൊ അങ്ങനെ വന്നു ഇപ്പൊ അതൊക്കെ ഒത്തിരി എനിക്ക് എന്റെ ലൈഫിൽ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആദ്യം അവരോട് പറയാനും എനിക്ക് തന്നെ ആ ഒരു കാഴ്ചപ്പാടുകളോട് പൊരുത്തപ്പെട്ടു പോകാൻ എനിക്കും ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അവധിയുള്ള ദിവസമൊക്കെ എനിക്ക് ഇച്ചിരി ലേറ്റ് ആയിട്ട് എണീക്കണം എന്നുള്ള കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ. അപ്പൊ 5:30 ആവുമ്പോൾ എണീച്ച് ഇങ്ങനെ വ്യായാമം ചെയ്ത് ഫോട്ടോസ് സെൻഡ് ചെയ്യണമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസം പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്കും മടിയെ ഞാൻ ഇത് ചെയ്തൂല. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ടീച്ചർ ഉണ്ട്. അപ്പൊ ഞാൻ ടീച്ചറിനോട് ഇങ്ങനെ ഇവരിങ്ങനെ വിളിച്ചാലൊക്കെ മടിയുണ്ട് എന്ന് പറഞ്ഞു. അവരെന്തും ചെയ്യുന്നതും അതൊരു യോഗയായിട്ട് നമ്മൾ അവരെന്ത് ചെയ്യുന്ന അവരുടെ ശരീരത്തിന് മൂവ്മെന്റ്, കുട്ടി എന്ത് ചെയ്യുന്നതും അതൊരു നമുക്ക് അഡൽറ്റ് ആയിട്ടിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ കുഞ്ഞിലെ തന്നെ അവര് മറിഞ്ഞു ചാടുന്നു അതൊന്നും കാര്യമാക്കണ്ട, എന്തെങ്കിലും അങ്ങനെ അവർക്ക് ആ ഒരു ചെയ്യാനുള്ള ആ ഒരു ഇത് മനസ്സുണ്ടല്ലോ. അപ്പൊ അതങ്ങനെ ഇപ്പൊ അവരിങ്ങനെ കുറെ ആസനങ്ങളൊക്കെ യോഗയുടെ സംഭവങ്ങളിൽ പറയുന്നുണ്ടേ. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാൻ നോക്കണ്ട. അവരിപ്പോ തലകുത്തി നിന്നാലും മുട്ടമേലെ നിന്നാലും എങ്ങനെ നിന്നാലും അവർക്ക് അതൊരു വ്യായാമം അതിലൂടെ അവർ കുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ കിട്ടുന്നുണ്ടെന്ന് ടീച്ചർ ഇങ്ങനെ പറഞ്ഞേ. അപ്പൊ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് ഇതിൽ പറയാമെന്ന് എനിക്കും തോന്നി. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ നെക്സ്റ്റ് ഞാൻ പറയുന്നത് സഡൻ ഒരു പെട്ടെന്നുള്ള ഒരു ചെയ്യുന്ന ഒരു വീണ്ടും വീണ്ടും എന്തിനാണ് ആവർത്തിക്കുന്നത് എന്നുള്ള ഒരു ഇത് വരും. ഇപ്പൊ മാനസിക വികാസത്തിന് ഇത് തികച്ചും ആവർത്തിക്കേണ്ട ഒന്നാണ്. പലതവണ ആവർത്തിച്ച് നമ്മളൊരു കാര്യം ശരിയാക്കുമ്പോൾ നമ്മുടെ മൈൻഡിന് ഒരു സന്തോഷം ലഭിക്കുന്നു. അങ്ങനെ ഒരു തേർഡ് വൺ അത് പറയുന്നു. നെക്സ്റ്റ് ഫോർത്ത് മോണ്ടിസോറി എക്സ്പ്ലോഷൻസ് ആണ് പറയുന്നത്. മോണ്ടിസോറി ചിൽഡ്രൻസ് തന്നെ അത് കുട്ടികൾ തന്നെ എഴുതാനും വായിക്കാനും ആണ് മോണ്ടിസോറിയിൽ തനിയെ അങ്ങനെയാണ് പറയുന്നത്. മോണ്ടിസോറി മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്ത് കുട്ടിയെ പ്രാക്ടീസ് പലതവണ ചെയ്യിക്കുന്നതിലൂടെ അവന് നല്ലൊരു എന്താ പറയാ അവന് പഠിക്കാനുള്ള അല്ലെങ്കിൽ അവന് കളിക്കാനുള്ള അങ്ങനെയുള്ള ഒരു സന്തോഷം അവിടെ ലഭിക്കുന്നു. ലാസ്റ്റ് പറഞ്ഞ മെറ്റീരിയൽസ് ആസ് ദ ഗേറ്റ് വേ ഓഫ് ന്യൂ ഡിസ്കവറീസ്. ഓരോ മെറ്റീരിയൽസും കുട്ടികൾ അവരുടെ ഇഷ്ടാനുസരണത്തിന് ഉപയോഗിക്കാൻ കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുക. ടീച്ചേഴ്സിന്റെ ഇഷ്ടത്തിനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മൾ കുട്ടികളുടെ ഇഷ്ടത്തിന് അവന് ഫ്രീഡം കൊടുക്കുക. അവന് അപ്പൊ ഒരു എന്തേലും അവന് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അവനതൊന്ന് അവന്റെ ഇഷ്ടത്തോടു കൂടി തന്നെ അതൊന്ന് അവന് തിരുത്തി പറഞ്ഞു കൊടുത്ത് അങ്ങനെ ചെയ്യാനാണ് പറയുന്നത്. ഞാൻ ഇത്രേ ആയിട്ടുള്ളൂ. നന്നായിട്ട് പറഞ്ഞോട്ടെ ദീപ. വേറെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? മാം ഞാൻ റെഡിയാണ്. ഓക്കെ മാം ക്ലാസ് എടുത്തതിന്റെ ലെക്ചർ നോട്ട് എഴുതിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ അത് മതി. മോൻ എന്താണോ മനസ്സിലായത് അതോടെ കണ്ടന്റ് പറഞ്ഞാൽ മതി. ഓക്കെ. മോണ്ടിസോറിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മൂവ്മെന്റിനാണ്. അതായത് നോർമൽ സ്കൂളിലെ കുട്ടികൾ അവർക്ക് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്യണമെങ്കിൽ ടീച്ചേഴ്സിന്റെ പെർമിഷൻ വേണം. എന്നാൽ മോണ്ടിസോറി പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ മൂവ് ചെയ്യാൻ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അവർക്ക് അവിടെ നിന്ന് എവിടേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാം. അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യാം. മൂവ്മെന്റ് കൂടുതലുള്ള കുട്ടികൾക്ക് എപ്പോഴും മെന്റൽ ഹെൽത്ത് ഡെവലപ്പ് ആവുന്നതാണ് മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ പറയുന്നത്. മൂവ്മെന്റ് എന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ച് നല്ല രീതിയിൽ ക്രിയേറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് എന്ന് ഗ്രേറ്റസ്റ്റ് ഫിലോസഫേഴ്സ് പറയുന്നുണ്ട്. ഓരോ ആക്ടിവിറ്റിയും ഗെയിമിന്റെ രൂപത്തിലാണ് നമ്മൾ മോണ്ടിസോറി സ്കൂളിൽ നൽകുന്നത്. അവർക്ക് അവിടെ ഇന്നത് ചെയ്യണമെന്ന് ആരും അവരെ നിർബന്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മെന്റൽ ഡെവലപ്മെന്റ് മൂവ്മെന്റ് ആയി കണക്ട് ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറയുന്നത്, ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവൻ നടക്കില്ല. അവൻ പതുക്കെയാണ് കൈ ഇളക്കും, കാലിളക്കും, പിന്നീട് അവൻ കമിഴും, പിന്നെ മുട്ടുകുത്തുന്നു, പിന്നെയാണ് അവൻ നടന്നു തുടങ്ങുന്നത്. അപ്പൊ അത്രയും സ്റ്റേജിൽ കൂടിയാണ് പോകുന്നത്. അപ്പൊ അത് മൂവ്മെന്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഒരു ആക്ടിവിറ്റീസ് കൊടുക്കുന്നു, അതുവഴി കുട്ടികളിൽ ഡെവലപ്മെന്റ് നടക്കുന്നു. മൂവ്മെന്റ് എന്നത് ഓരോ സ്റ്റേജിലും വ്യത്യസ്തമായിരിക്കും.
ചെറിയ രീതിയിലാണ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. മൂവ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എന്നത് ഹാൻഡാണ്. ഓരോ മൂവ്മെന്റും സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാൻഡിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് എൻവയോൺമെന്റുമായി കണക്ട് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത്, മൂവ്മെന്റ് എന്നത് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. കുട്ടികളെ നമ്മൾ എപ്പോഴും ഒബ്സർവർ ആയിട്ട്, നമ്മൾ ടീച്ചർ എന്ന് പറയുന്ന ഒരു ഒബ്സർവർ ആയിരിക്കണം. അപ്പൊ അവരെന്താ ചെയ്യുന്നതെന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അവർ ഏത് ആക്ടിവിറ്റിയാണ് കൂടുതൽ ചെയ്യുന്നത്. പല കുട്ടികൾക്കും പല സ്വഭാവമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അവർ ഏത് ആക്ടിവിറ്റിയാണ് കൂടുതൽ ചെയ്യുന്നത് നമ്മളത് ഒബ്സർവ് ചെയ്യണം. മൂവ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിൽ ഒന്ന് പറഞ്ഞാൽ മൈൻഡും ബോഡിയുമാണ്. പിന്നെ നെക്സ്റ്റ് വൺ, മൈൻഡ് ആൻഡ് ബോഡിയിൽ കുട്ടിയുടെ ഇൻഫാന്റ് സ്റ്റേജിൽ കുട്ടിക്ക് പലതും ചെയ്യണമെന്ന് തോന്നും. പക്ഷെ അത് അവന് അപ്പൊ ചെയ്യാൻ പറ്റില്ല, കാരണം അവന്റെ നെർവസ് സിസ്റ്റം ശരിക്കും ഡെവലപ്പ് ആയിട്ടില്ല ആ സ്റ്റേജിൽ. നെക്സ്റ്റ് വൺ, മൂവ്മെന്റ് ആൻഡ് അബ്സോർപ്ഷൻ. എപ്പോഴും മൂവ് ചെയ്യുന്ന കുട്ടികൾക്ക് ക്രിയേറ്റീവ് മൈൻഡ് കൂടുതലായിരിക്കും. അതുപോലെ അതുകൊണ്ട് തന്നെ അവന്റെ മെന്റൽ പവറും കൂടുതലായിരിക്കും. മൂവ്മെന്റ് ആൻഡ് ഡിസ്കവറി. ഫസ്റ്റ് വൺ, മൂവ്മെന്റ് ആൻഡ് കോൺസെൻട്രേഷൻ. ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ ഡെവലപ്പ് ആകുന്നു. മൂവ്മെന്റിനും കോൺസെൻട്രേഷനും തമ്മിൽ കണക്ഷൻ ഉണ്ട്. മെറ്റീരിയൽസ് കൂടുതൽ യൂസ് ചെയ്ത് ആക്ടിവിറ്റി ചെയ്യുന്ന കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ പവർ കൂടുതലായിരിക്കും. നെക്സ്റ്റ് വൺ, മൂവ്മെന്റ് റിപ്പീറ്റേഷൻ ആൻഡ് ഡിസ്കവറി. ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ചില കുട്ടികൾ പെട്ടെന്ന് അത് ചെയ്തു തീർക്കും. ചില കുട്ടികളാണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്തായിരിക്കും അത് ചെയ്യുന്നത്. അത് ചെയ്യുന്നതിലൂടെ അവന് ആ ആക്ടിവിറ്റി പഠിക്കാൻ പറ്റും. ഒരു പ്രാവശ്യം അവൻ ചെയ്യും, അത് തെറ്റിപ്പോകും. അവൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അവൻ ആ ആക്ടിവിറ്റി പഠിക്കും. നെക്സ്റ്റ് വൺ, സഡൻ ഇലിമിനേഷൻ. കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അവർക്ക് മെന്റൽ പവർ കൂടുന്നു. ഇതുവഴി അവന്റെ മൈൻഡിൽ ഒരു പ്രകാശം, അതായത് അവന് ഹാപ്പിനെസ് വരും. അവൻ അത് ചെയ്ത് കഴിയുമ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അവന്റെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ, മോണ്ടിസോറി എക്സ്പ്ലോഷൻ. കുട്ടികളെ ആക്ടിവിറ്റി പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുക. പിന്നെ അവരത് തന്നെ ചെയ്തു തുടങ്ങും. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കണം അത് എങ്ങനെയാണ് ചെയ്യുന്നത്. തെറ്റാണെങ്കിൽ നമ്മൾ തിരുത്തി ഇങ്ങനെയാണെന്നുള്ളത് അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ അവന്റെ മെന്റൽ ഗ്രോത്തിനും ഡെവലപ്പ് നടക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ എഴുതാനും വായിക്കാനും ഒക്കെ അവന് നമ്മളെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ, ദ മെറ്റീരിയൽസ് ആസ് ദ ഗേറ്റ് വേ ടു ന്യൂ ഡിസ്കവറീസ്. ഒരു മെറ്റീരിയൽ പല രീതിയിൽ അറേഞ്ച് ചെയ്യും. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ ആ കുട്ടി അത് അറേഞ്ച് ചെയ്യണമെന്നില്ല. അവൻ വേറെ രീതിയിലും അത് അറേഞ്ച് ചെയ്യും. പല കുട്ടികളും പല പല രീതിയിലായിരിക്കും അത് അറേഞ്ച് ചെയ്യുക. നമ്മൾ ഒരിക്കലും അവരത് തടസ്സം പറയരുത്. അങ്ങനെ അവൻ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, താങ്ക് യു മാം. ഓക്കേടാ, നന്നായിരുന്നോട്ടെടാ. വേറെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ വേറെ ആരെങ്കിലും? ആ, ഓക്കേടാ, പറഞ്ഞോട്ടാ. യൂണിറ്റ് 8 മൂവ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. മറിയ മോണ്ടിസോറിയുടെ അഭിപ്രായത്തില് മോണ്ടിസോറി ക്ലാസ് റൂം എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും അത് മൂവ്മെന്റ്സിന് ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. കുട്ടികൾക്ക് യഥേഷ്ടം ചലിക്കാനും അവിടുത്തെ ആക്ടിവിറ്റീസ് ചെയ്യാനും അവിടുത്തെ എക്യുപ്മെന്റ്സ് എടുക്കാനും അത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇരുന്ന് ഇഷ്ടമുള്ള രീതിയിൽ ചലിച്ചുകൊണ്ട് കുട്ടികൾക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം. അങ്ങനെ ആ ആക്ടിവിറ്റീസ് കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനുള്ളൊരു മൂവ്മെന്റ്സ് ഒരു ഫ്രീഡം മോണ്ടിസോറി ക്ലാസ് റൂമിലുണ്ട്. എന്നാൽ ഒരു നോർമൽ സ്കൂളിനനുസരിച്ച് ഒരു ക്ലാസ് റൂമിനനുസരിച്ച് കുട്ടികൾ അനങ്ങാതെ ഒരു സ്ഥലത്ത് ടീച്ചേഴ്സ് പറയുന്നത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കണം. അതുപോലെ തന്നെ അവിടുന്ന് എണീക്കണമെങ്കിലും ടീച്ചേഴ്സിന്റെ അനുവാദം വേണം ഒരു നോർമൽ സ്കൂളിലാണെങ്കിൽ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള നോർമൽ സ്കൂളിലെ കുട്ടികളുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അത് സ്ലോ ആയിരിക്കും. അവരുടെ മൂവ്മെന്റ്സും കുറവായിരിക്കും. എന്നാൽ മോണ്ടിസോറി സ്കൂളിലെ കുട്ടികളുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മെന്റൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിരിക്കും. അതായത് അവർക്ക് മെന്റൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ഒരു ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമാണ് ഹെൽത്തി മൈൻഡ് ഉണ്ടാവുള്ളൂ. സാധാരണ നോർമൽ സ്കൂളിലെ മൂവ്മെന്റ് സാധ്യതയൊക്കെ അത് കുറവായിരിക്കും. അതുപോലെ തന്നെ അവരുടെ നോർമൽ സ്കൂളിൽ എന്ന് പറയുമ്പോൾ അവരുടെ കഴിവുകൾ നെഗ്ലക്ട് ചെയ്യാണ് അവിടെ ചെയ്യണത്. അവിടെ എക്സസൈസും PT ഒക്കെ ഉണ്ട് കാര്യം. എങ്കിലും ആ ഒരു
ആ ഒരു പീരീഡിന് മാത്രമാണ് അത് അവർക്ക് ചെയ്യാനുള്ള അനുവാദമുള്ളൂ. ചിലപ്പോ ആ പീരീഡിൽ പോലും ക്ലാസ്സുകളാണ് മിക്കപ്പോഴും അവിടെ നടക്കാന്ന് പറയണത്. ഈ മോണ്ടിസോറി കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ഈ ഫിലോസഫേഴ്സ് ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യണ്ട്. അതുപോലെ തന്നെ മൂവ്മെന്റ്സിലൂടെ നമ്മൾ പാടുകളെ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും നമ്മളെ പ്രാപ്തരാക്കുന്നുണ്ട്. അതായത് ഈ ഒരു മോണ്ടിസോറി സ്കൂളിലെ കുട്ടികള് ഈ മൂവ്മെന്റ്സിലൂടെയും ഈ ആക്ടിവിറ്റികളോടെയും ഒക്കെ ഇവർ ചെയ്യുമ്പോൾ അവര് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളും കൂടി മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് നോർമലൈസേഷൻ പഠിച്ചപ്പോൾ ഒരു കാര്യം പഠിച്ചല്ലോ, ഈ എൻവിറോൺമെന്റ് ഉള്ള കാര്യത്തിന്റെ ഒരു മിനിയേച്ചർ രൂപമാണ് മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഉള്ളതെന്ന് നമ്മൾ പഠിച്ചല്ലോ. എന്ന് പറഞ്ഞ മാതിരി ഇവര് ചുറ്റുപാടുള്ള കാര്യങ്ങളും ഇവര് അറിയാൻ പ്രാപ്തരാകണ്ട്. അതുപോലെ തന്നെ മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ആക്ടിവിറ്റീസ് ഗെയിമിന്റെ രൂപത്തിലാണ് കുട്ടികളെ കൊണ്ട് ഈ മോണ്ടിസോറി സ്കൂളിൽ പഠിപ്പിക്കണത്. മറ്റ് നോർമൽ സ്കൂളുകളെ പോലെ എഴുത്തും വായന മാത്രമല്ല, അവിടെ എഴുത്തും വായനയും മാത്രമാണ് നടക്കുന്നുള്ളൂ. എന്നാൽ മോണ്ടിസോറി സ്കൂളിൽ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഗെയിമിന്റെ രൂപത്തിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് ഈ കുട്ടികൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും പെട്ടെന്ന് അവരുടെ മെന്റൽ ഡെവലപ്മെന്റ് അവിടെ വികസിക്കുക ചെയ്യണത്. അതുപോലെ തന്നെ ഈ മൂവ്മെന്റ് ഒക്കെ കുട്ടിയുടെ ഡെവലപ്മെന്റിന് ഇംപ്രൂവ് ചെയ്യണ്ട്. ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിൽ, ഒരു മോണ്ടിസോറി സ്കൂളിലെ ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിൽ ഈ കുട്ടികൾ ചെയ്യുന്ന ഈ ആക്ടിവിറ്റീസ് നമ്മൾ ഒബ്സർവ് ചെയ്യാനേ പാടുള്ളൂ. ഇവർ എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് ആ ആക്ടിവിറ്റിയെ സമീപിക്കുന്നത്. ഇപ്പൊ കുട്ടി ഒരു മെറ്റീരിയൽ എടുത്തു, ആ മെറ്റീരിയൽ കുട്ടി എങ്ങനെയാണ് ടച്ച് ചെയ്യണത്, അതെങ്ങനെയാണ് കെയർ ചെയ്യണത്, എങ്ങനെയാണ് അത് കൊണ്ട് കുട്ടി അത് ചെയ്യണത്. ഓരോ പ്രവൃത്തികളും നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. കുട്ടികൾക്ക് ഫുൾ ഫ്രീഡാണ് അവരെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. ചിലപ്പോ ഒരു പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ കുട്ടിയുടെ തെറ്റും, 2 പ്രാവശ്യം ചെയ്യുമ്പോഴും തെറ്റും. അങ്ങനെ അവര് ഓരോന്നും ചെയ്താണ് അത് കുട്ടി വികസിക്കണത്, അവന്റെ മെന്റൽ ഡെവലപ്മെന്റ് ഉണ്ടാവണത്. അങ്ങനെ ലാസ്റ്റ് ആ കുട്ടി ചെയ്യണത് അത് കറക്റ്റ് ആകും. അതുപോലെ തന്നെ മൈൻഡും ബോഡിയും പ്രോപ്പർ ആയിട്ടുള്ള ഡെവലപ്മെന്റിൽ എത്തുമ്പോഴാണ് മൂവ്മെന്റ്സിന് പോസിബിൾ ആവുന്നത്. നമ്മുടെ മൈൻഡും ബോഡിയും ഒരുപോലെ പ്രോപ്പർ ആയിട്ട് എത്തണം. മൈൻഡ് ഒരു സ്ഥലത്ത് അതുപോലെ ബോഡി ഒരു സ്ഥലത്ത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മുടെ രണ്ടും ഒരേപോലെ ആയ മാത്രമാണ് നമുക്ക് അവിടെ മൂവ്മെന്റ് നടക്കുള്ളൂ. ഒരു കുട്ടീനെ ചൈൽഡ്ഹുഡില് ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും. ചിലപ്പോ മൈൻഡ് അത് ചെയ്യണം എന്ന് പറഞ്ഞാലും കുട്ടിക്ക് അത് ചെയ്യാൻ ചിലപ്പോ സാധിച്ചെന്ന് വരില്ല. അതെന്ന് പറയണ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈൻഡും ബോഡിയും ഒരേപോലെ കൊണ്ടുപോകാനുള്ള കഴിവ് അവിടെ ഉണ്ടാവില്ല. നെർവസസ് ഒക്കെ പൂർണ്ണ വളർച്ചയിൽ എത്തിയിട്ടുണ്ടാകില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കാം. അതുപോലെ തന്നെ ഓരോ മൂവ്മെന്റ്സും ചെയ്ത് നോക്കിയാൽ മാത്രമാണ് അത് ചെയ്യാൻ പറ്റോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മൂവ്മെന്റ് കൂടുതലുള്ള കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ബൈ പ്രൊഡക്റ്റ് ആണ്. കുട്ടികൾ കൂടുതൽ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ നല്ല കോൺസെൻട്രേഷനോട് കൂടി ആ കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റും. ചില പിള്ളേർക്ക് കറക്റ്റ് ആയിട്ട് ആക്ടിവിറ്റി ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാറുണ്ട്. അത് ചെയ്ത് അത് പിന്നീട് അത് ശരിയായിട്ട് വരും. അതുപോലെ തന്നെ ഒരു ആക്ടിവിറ്റി ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ചെയ്യുന്നതോട് കൂടിയാണ് അവൻ അതില് ആ ആക്ടിവിറ്റി അവന് പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് എന്താണെന്ന് മനസ്സിലാക്കി അവന് പിന്നീട് അത് ചെയ്യാനും തെറ്റൊന്നും കൂടാതെ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ചിലപ്പോൾ ആദ്യമൊക്കെ ഒരു മിസ്റ്റേക്ക് ഒക്കെ വന്നിരിക്കും. ഒരു പ്രാവശ്യം ചെയ്തിട്ട് ആ ആക്ടിവിറ്റി ഇട്ടോണ്ട് പോവല്ല, അവൻ അത് വീണ്ടും ചെയ്യുന്നതിലൂടെയാണ് അവന്റെ മെന്റൽ ഡെവലപ്മെന്റ് ഡെവലപ്പ് ആവുള്ളൂ. അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. മെന്റൽ ഡെവലപ്മെന്റ് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്താണ് ഈ കുട്ടി എന്ന് പറയുന്നത് നോർമൽ ചൈൽഡ് ആവുകയുള്ളൂ.
അതുപോലെ തന്നെ ഒരു ആക്ടിവിറ്റി ചെയ്ത് ഈ കുട്ടി പഠിച്ചു കഴിയുമ്പോൾ പിന്നീട് അവന് എഴുതണം എന്നൊരു തോന്നൽ ഉണ്ടാകും. ഈ എഴുതണം എന്നുള്ള തോന്നൽ വരുമ്പോൾ ഈ കുട്ടി നമ്മളോട് തന്നെ അത് പറയും, എനിക്ക് എഴുതണം. അങ്ങനെ ആ കുട്ടിക്ക് തോന്നാണ്, എഴുതണം എന്ന് തോന്നുമ്പോഴാണ് പിന്നീട് ആ കുട്ടിക്ക് കൂടുതൽ മെന്റൽ ഡെവലപ്മെന്റും അതൊക്കെ ഉണ്ടായി കുട്ടി എഴുതാനൊക്കെ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഒരു മോണ്ടിസോറി സ്കൂളില് ഒരേ മെറ്റീരിയൽസ് തന്നെ ആവരുത്. അതായത് പുതിയ എൻവിറോൺമെന്റിന് അനുസരിച്ചുള്ള പുതിയ മെറ്റീരിയൽസ് ഒക്കെ ആ ഒരു മോണ്ടിസോറി സ്കൂളിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അതുപോലെ അത് കൂടുതലായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ കൂടിയാണ് കുട്ടികൾക്ക് കൂടുതലായിട്ടുള്ള എൻവിറോൺമെന്റിനെ അറിയാനും അതുപോലെ കുട്ടികളുടെ മെന്റൽ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഒരു മെറ്റീരിയൽ പല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ കുട്ടികൾക്ക് ചെയ്താണ് കുട്ടികൾക്ക് അത് കഴിയുള്ളൂ. അതൊക്കെയാണ് മിസ്. ഓക്കെ, പറഞ്ഞത്രയും കറക്റ്റ് ആണ് ശാന്തന, പേടിക്കൊന്നും വേണ്ട. ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് കൊണ്ട് ചെയ്യിപ്പിക്കുന്ന റിപ്പീറ്റേഷൻ ആണ്. വുമൻസിലൊരു എന്താ പറയാ ഒരു മെത്തേഡാണ് റിപ്പീറ്റേഷൻ. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ഓരോരുത്തർക്കൊന്ന് പറയിപ്പിക്കുമ്പോ ബാക്കിയുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടി അത് പെർഫെക്റ്റ് ആവേണം അല്ലേ? നമുക്കൊക്കെ അത് ഉപകാരം പറഞ്ഞില്ലേ? നീ പറയടോ. ഓക്കെ, നമുക്കിനി റിവിഷൻ ചെയ്യാനായിട്ട് ചിലപ്പോൾ ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ടാണ് പോർഷൻസ് നമ്മൾ ക്ലാസ്സിൽ തന്നെ വെച്ച് പഠിച്ചു പോകുന്നത്. കാരണം ഇതിന്ന് റീസണിങ് രീതിയിലായിരിക്കും ചിലപ്പോ നമ്മളെ ക്വസ്റ്റ്യൻ ടെസ്റ്റിലുള്ള പോലെ തന്നെ ആയിരിക്കില്ല ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ അതനുസരിച്ച് നമ്മൾ പഠിക്കുക. കാര്യം കണ്ടന്റ് നല്ല രീതിയിൽ നമ്മൾ എന്താ പറയാ ഉൾക്കൊള്ളാനായിട്ട് നോക്കുക. അതനുസരിച്ച് നന്നായിട്ട് പഠിക്കുക. ലെക്ചർ നോട്ടും അതേ പ്ലസ് നമ്മുടെ ടെസ്റ്റ് നല്ല രീതിയിൽ കവർ ചെയ്യണം. അപ്പോ നിങ്ങൾക്ക് എക്സാമിന്റെ ടൈം ടേബിൾ വല്ലതും പറഞ്ഞോ, അല്ലെങ്കിൽ ടൈം എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല അല്ലെ? മാർച്ച് വിട്ട് പോകാനുള്ള ചാൻസ് കുറവാണ് കേട്ടോ. അല്ലെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞിട്ട് അപ്പൊ എക്സാം വരാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഓക്കെ, അപ്പോ നോക്കുക, നന്നായിട്ട് പഠിക്കുക, നല്ലത് വർക്ക്ഔട്ട് ചെയ്യാം. ഇനി നമുക്ക് സൃഷ്ടികൾ കഴിഞ്ഞോ? 7th യൂണിറ്റ് കഴിഞ്ഞോ? എടുത്ത് ഇല്ല 7th യൂണിറ്റ് കഴിഞ്ഞിട്ടില്ല. എവിടെ ആയെന്നൊന്ന് പറയാമോ എന്നോട്? പേജ് നമ്പർ പറഞ്ഞാലും മതി. അറിഞ്ഞോടെ ഇന്നലെ ടീച്ചറായിരുന്നില്ലേ ക്ലാസ്സില്? അതെ, ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ് ആണ് നമ്മളോട് ഇന്നലെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അത്രയും പറയാനുള്ള നേരം ഉണ്ടായിരുന്നു മിസ്സിന്. ഡെവലപ്മെന്റ് പിന്നെ റെക്കോർഡിനെ പറ്റി പറയുമായിരുന്നു മിസ്. സ്റ്റാർട്ട് ചെയ്തോ അല്ലെങ്കിൽ തേർഡ് റെക്കോർഡോ? ഫോർത്ത് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ഒന്ന് ഓടിച്ചിട്ട് പറയുകയോ ചെയ്തത്. മനസ്സിലായടാ? മിസ്സേ, അവസാനത്തെ പാഠം എടുക്കാനുണ്ട് അത്ര ടേംസ് ഓഫ് മോണ്ടിസോറി ഉണ്ട്. അത് ടീച്ചറാണ് എടുക്കാറ്. അപ്പൊ ഞാനത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ചോദിച്ചു നോക്കണം, ടീച്ചറിനോട് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. കാരണം നമ്മള് സാധാരണ ഇങ്ങനെ പോർഷൻ തീരാതെ വരുന്നേ. അപ്പോ ആ ചാപ്റ്റർ മാത്രം വിട്ടിട്ട് ബാക്കി എല്ലാത്തിന്റെയും എക്സാം അങ്ങനെ ഒരു ഇത് കണ്ടക്ട് ചെയ്തിട്ട് അത് ഫൈനൽ എക്സാമിന്റെ ടൈമിൽ നമ്മള് ഈ മോഡൽ എക്സാം ആണല്ലോ ഇപ്പൊ നടത്താൻ പോകുന്നത്. ആദ്യം മോഡൽ എക്സാമിന്റെ ഭാഗമായിട്ട് ബാക്കി എല്ലാ ചാപ്റ്ററും ഉണ്ടാവും. ചിലപ്പോൾ യൂണിറ്റ് 10 മാത്രം സ്കിപ്പ് ചെയ്തിട്ടേ, ചിലപ്പോൾ ബൈ ചാൻസ് ആണ്. ടൈം ഉണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾ എടുക്കും. ടൈം ടേബിള് നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് ടൈം ഉണ്ട്. നെക്സ്റ്റ് വീക്കുകളിലായിട്ട് ആ ഒരു ചാപ്റ്റർ എടുക്കും. അത് ഞാൻ ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. ടീച്ചറാണോ ഞാനാണോ അത് എടുക്കണമെന്നൊരു എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് കേട്ടോ. ഓക്കെ, അപ്പൊ ബാക്കി എല്ലാ യൂണിറ്റും പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 3 യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലെ? ഓക്കെ, പാർട്ട് 4 7th ഉം 10th യൂണിറ്റ് മാത്രമേ കംപ്ലീറ്റ് ആകാനുള്ളൂ. 10th യൂണിറ്റ് എനിക്ക് തോന്നുന്നു 2 ക്ലാസ് മതിയാവും നമുക്ക്. 2 ക്ലാസ് 2-3 ക്ലാസ് വേണ്ട വരും. അത് ചിലപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്തായിട്ട് എടുക്കണം. അതിൽ നിന്ന് ഡിസ്കസ് ചെയ്യട്ടെ. മിസ്സിനോട് ചോദിച്ചിട്ട് ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത്. നെക്സ്റ്റ് ക്ലാസ്സിൽ
ഞാൻ എന്തായാലും മോണ്ടിസോറി ടെൻസ് എടുക്കുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യും. അല്ലാത്ത പക്ഷം നമുക്ക് റിവിഷൻ നോക്കിയാലോ? ഞാൻ അങ്ങനെ റിവിഷൻ കൊടുക്കാന്ന് വിചാരിക്കുന്നു. കാരണം നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ മറന്നു പോയിട്ടുണ്ടാവില്ലേ? ഓക്കെ ആണോ? ഒന്നുകൂടിയും പഠിക്കണ്ട്. അതായത് വീണ്ടും നമ്മൾ നോക്കണ്ട ക്ലാസ് ഒക്കെ. ശരിക്കും പറഞ്ഞാൽ എല്ലാം മറന്നു പോയായിരുന്നു. ഓക്കെ, മറന്നു പോയിട്ടുണ്ടാവും, എനിക്കറിയാം എല്ലാരും മറന്നു പോയിട്ടുണ്ടാവും. സോ നമ്മൾ ഒന്ന് റിവിഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഞാൻ എടുത്ത ചാപ്റ്റേഴ്സിന് റിവിഷൻ ഞാൻ തരാം കേട്ടോ. എന്ന് വെച്ചാല് ഇപ്പൊ ഇങ്ങനെ നമ്മള് ആദ്യം എടുത്ത ചാപ്റ്റർ ഏതായിരുന്നു? കോമൺ ചൈൽഡ് ഡിസീസ് ആയിരുന്നില്ലേ? ഓർമ്മയുണ്ടോ ചാപ്റ്റർ? അപ്പൊ കോമൺ ചൈൽഡ് ഡിസീസിൽ നമ്മള് എന്താണ് കണ്ടാജീനിയസും ഇൻഫെക്ഷൻ ഡിസീസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊണ്ടോജീനിയസും ഇൻഫെക്ഷനും, അതേപോലെ മോഡ് ഓഫ് ഇൻഫെക്ഷൻ ഡിസീസ്, പിന്നെ കോമൺ ഡിസീസ് ഇൻ ചിൽഡ്രൻസ് ആണ് പറഞ്ഞത്. അത് കുറച്ച് ഡീപ്പായിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ. നിങ്ങൾ യൂണിറ്റ് 7 ബൂഫിംഗ് ഓഫ് ഡിഫ്തീരിയ ഒക്കെ വീണ്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? 7th യൂണിറ്റിൽ പഠിച്ചില്ലേ നിങ്ങളത്? യെസ് മാം. അപ്പൊ ഓരോ അസുഖത്തും ഏത് രോഗമാണോ വരുത്തണെന്നുള്ളത് യൂണിറ്റ്, അല്ലെങ്കിൽ ഏത് ബാക്ടീരിയ ആണ് വരുത്തണെന്നുള്ളത് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്യണം. ഇപ്പൊ ടെറ്റനസ് ആവട്ടെ, അതേപോലെ തന്നെ പെർtussis ആവട്ടെ. അത് പെർtussis എന്ന് പറയുന്നത് ഡെൽറ്റ പെർtussis എന്ന് പറയുന്ന കാരണമാണ് നമുക്ക് ഈ അസുഖം വരുന്നത്. അതൊന്നും നിങ്ങൾ കണ്ടുപിടിച്ചു വെക്കണം. ഏതാണ് രോഗകാരി അല്ലെങ്കിൽ ഏത് പാത്തജൻ മൂലമാണ് അസുഖം വരുന്നതെന്ന്. അത് കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞപ്പോ അങ്ങനെ കണ്ടു. എങ്ങനെയാണ് ഏത് രോഗകാരിയാണ് ഈ ഒരു അസുഖം വന്നത്? എനിക്ക് തോന്നി കോമൺ ചൈൽഡ് ഡിസീസ് ആണോ യൂണിറ്റ് 7 ആണോ എന്നൊരു ഡൗട്ട് തോന്നി. എന്തായാലും നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഓരോ അസുഖത്തെ കുറിച്ചും നിങ്ങൾ അന്ന് ക്ലാസ്സിൽ എടുത്തതും പിന്നെ അതേപോലെ തന്നെ കുറച്ചും കൂടി നന്നായിട്ട് ഡീപ്പായിട്ടൊന്ന് നോക്കാം എല്ലാവരും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മോണ്ടിസോറി ടൈംസ് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ നമുക്ക് നന്നായിട്ട് റിവിഷൻ നടത്താം. ഞാനും പ്രിപ്പയർ ചെയ്ത് വരാം. എന്റെ കയ്യിലുള്ള മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസും ഇവിടെയുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് അതേപോലെ റിപ്പീറ്റ് ചെയ്ത് കൂടുതലായിട്ട് അതിന് ചോദിക്കുന്ന പോയിന്റ്സുകൾ ഉണ്ടല്ലോ, അത് നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ ഒന്ന് പറയാം. ബൂഫിംഗ് ഓഫ് ഇല്ലേ? ബൂഫിംഗ് ഓഫ് എന്ന് പറയുന്നത് ഏതാണ്? പേരെന്താ? വില്ലൻ ചുമ. വില്ലൻ ചുമ എന്നാണ്, അല്ലെങ്കിൽ മലയാളത്തിൽ വില്ലൻ ചുമ. വേറെ പേരുണ്ടല്ലോ, വേറെ പേര് പറഞ്ഞു തന്നിട്ടില്ലേ? പെർtussis പറഞ്ഞു തന്നിട്ടില്ലേ? ഡിഫ്തീരിയ. പെർtussis. പെർtussis എന്നാണ് അസുഖം വരുത്തുന്ന ബാക്ടീരിയ എന്ന് പറയുന്ന പേര്. ഞാനത് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് എഴുതി വെക്കുക. ഇവിടെയാണ് പെർtussis എന്ന് പറയുന്ന ചാപ്റ്റർ കേട്ടോ. പെർtussis അല്ല, ബൂഫിംഗ് ഓഫിന്റെ ബ്രാക്കറ്റില് പെർtussis ഈ പാത്തജന്റെ പേരും എഴുതി വെക്കുക കേട്ടോ. ഓക്കെ അല്ലേ? എഴുതി എല്ലാവരും? ഡിഫ്തീരിയ വരുത്തുന്നത് കൊറേനിയം ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്ന പാത്തജൻ ആണ്. സ്പെല്ലിംഗ് ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കാം കേട്ടോ. അത് സ്പെല്ലിംഗ് നോക്കി പ്രൊനൗൺസിയേഷൻ നോക്കി പഠിക്കണം. ആ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ടൊന്ന് നോക്കിയാൽ ചെയ്ത് കേട്ടോ. ബാക്ടീരിയം. ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ നിങ്ങളുടെ അടുത്ത്. നമ്മള് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് അയക്കുന്നത് നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കാണുമ്പോ കാണാൻ പറ്റാറുണ്ടോ? ഇല്ല മാം. ഇല്ല, മെസ്സേജ് ഒന്നും കാണത്തില്ല. മെസ്സേജ് ഒന്നും കാണില്ല അല്ലേ? കൊറേനിയം ബാക്ടീരിയം ഡിഫ്തീരിയ എന്നാണ്. കോർണിയം CORNIABACTERIUM ഡിഫ്തീരിയ DIPHTHERIA. ഓക്കെ, അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ നമ്മൾ ടൈപ്പ് ചെയ്ത് അയക്കുന്നത് കാണാൻ പറ്റുമോന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക കേട്ടോ. പിന്നെ ലോക്ക് ചോക്ക് ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം വരുത്തുന്നത് സി ടെറ്റനി എന്ന് പറയുന്ന ഇതാണ്. സി ടെറ്റനി ചിലപ്പോ അതിന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. സി ടെറ്റനി ഓർ ക്ലോസ്ട്രിഡിയം ടെറ്റനി.
ടെറ്റനസിന്റെ അല്ലത് എന്താണ് ടെറ്റനസ്? ടെറ്റനസ് അല്ല എടുക്കുന്നത് വന്നത്. മിസ്സേ, നമുക്ക് റിവിഷൻ നടത്തുന്ന ഏതൊക്കെ ചാപ്റ്റർ ആണ്? പാർട്ട് 1 ഒന്നുകൂടി പറയോ? റിവിഷൻ ഞാൻ പറഞ്ഞത് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിലെ കുറച്ച് പോയിന്റ്സ്, എക്സ്ട്രാ പോയിന്റ്സ് നമുക്ക് പറഞ്ഞു തന്നെ ഉണ്ടാവും. നമ്മൾ അന്ന് ക്ലാസ്സിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ചോദിച്ചതായിട്ട് കണ്ടു. പാർട്ട് 1 യൂണിറ്റ് 4 കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ്. എല്ലാവരുടെ കയ്യിലും ടെസ്റ്റ് അവൈലബിൾ അല്ലേ? പിന്നെ പാർട്ട് 1 ഇടാട്ടോ. പാർട്ട് 1 ഇട്ടേക്കാം. അപ്പൊ ഞാൻ പറയുമ്പോ കുറച്ചുകൂടി ക്ലിയർ ആവുമല്ലോ. സോറിടാ, ഇതിലില്ല കേട്ടോ. അത് പറഞ്ഞു എഴുതിപ്പിക്കാം. അപ്പോ എല്ലാവരുടെ കയ്യിൽ ടെസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ കോമൺ ചൈൽഡ് ഡിസീസിൽ ഫസ്റ്റ് പേജ് എടുക്കുക. അതിന്റെ തൊട്ട് പുറത്ത് കോമൺ ഡിസീസ് ഇൻ ചിൽഡ്രൻസ് ഉണ്ട്. വൂഫിംഗ് കഫ് നമ്മൾ പറഞ്ഞ ഓരോ അസുഖത്തിന് നേരെയും അത് ഏത് ബാക്ടീരിയ വഴിയാണ് അത് വരുന്നത്. പോളിയോ എന്ന് പറയുന്നത് ഏത് പാത്തജൻ വഴിയാണ് വരുന്നത്? പോളിയോ മിലൈറ്റ് വൈറസ് അല്ലേ? വൈറസ് ആണ്. പോളിയോ പേര് എഴുതിയെടുത്തോട്ടെ നിങ്ങള്. പോളിയോ POLIOMYELITIS. പോളിയോ മിലിറ്റസ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എവിടെയാണോ? ഹെൽത്ത് കെയറില്. എവിടെ നിന്നാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ക്വസ്റ്റ്യൻ, എന്നാലും നോക്കുക കേട്ടോ. ഡിസെൻട്രി ഇല്ല, ജോണ്ടിസ് അത് കുഴപ്പമില്ല. മലേറിയ നിങ്ങൾക്ക് അറിയാലോ. മൊസ്കിറ്റോ, ഏത് മൊസ്കിറ്റോസ് ആണ് മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത്? അനോഫിലം ഫീമെയിൽ മൊസ്കിറ്റോ. എന്താണ്? അനോഫിലം ഫീമെയിൽ മൊസ്കിറ്റോ. അനോഫിലസ് എന്നല്ലേ ആള് പറഞ്ഞത്? അതെ, അനോഫിലസ് ഫീമെയിൽ മൊസ്കിറ്റോ. ഓക്കെ. എനിക്ക് പെട്ടെന്ന് അപ്പോ അതിന്റെ സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്ത് അയക്കാം കേട്ടോ. അനോഫിലസ് മൊസ്കിറ്റോന്റെ കാണിച്ചപ്പോ കറക്റ്റ് ആയിട്ട് അവര് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എഴുതിക്കോട്ടോ. ANO അനോഫിലസ് ടൈപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ANO PHELES മൊസ്കിറ്റോസ്. ടൈഫോയിഡോ? ടൈഫി എന്താണ്? ടൈഫി ബാക്ടീരിയ ആണോ മാം? അല്ല, സൽമോണിയ. സാൽമണല്ല ടൈഫി. ഓക്കെ. ഓക്കെ. SALMONELLA. എല്ലാവരും എഴുതിയെടുക്കട്ടോ.
ജോണ്ടിസ് ജോണ്ടിസ് എങ്ങനെ വരുന്നത്? ഏതൊക്കെ എന്താ വൈറസ് മൂലം ജോണ്ടിസ് വരാം? ഏതൊക്കെയാണത്? ഹെപ്പറ്റൈറ്റിസ് എന്ന് നമ്മൾ പറയും. ഹെപ്പറ്റൈറ്റിസ് ഏതൊക്കെ? എ, ബി ഉണ്ട്, സി, ഡി ആൻഡ് ഇ. ഇത്രയും മൂലം നമുക്ക് എന്ത് വരും? ജോണ്ടിസ് വരും. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഹെപ്പറ്റൈറ്റിസിന്റെ ഭാഗത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഏതാണ് ബോഡി ഫ്ലൂയിഡ് വഴി സ്പ്രെഡ് ചെയ്യുന്ന ഹെപ്പറ്റൈറ്റിസ്? കമല, ഏതാണ് ബോഡി ഫ്ലൂയിഡ് വഴി സ്പ്രെഡ് ചെയ്യുന്ന ഹെപ്പറ്റൈറ്റിസ്? അറിയോ? ബി ആണോ? ബി ആൻഡ് സി വരും. ഓപ്ഷനിൽ നോക്കാം. ബി മാത്രമേ ഉള്ളൂ. എ, ബി, ഡി, ഇ എന്നാണെങ്കിൽ ബി മാത്രം കൊടുത്താൽ മതി. പക്ഷെ ബിയും സിയും എന്താണ്? ബോഡി ഫ്ലൂയിഡ് വഴി വരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ്. അപ്പൊ ജോണ്ടിസിന്റെ ആ പോർഷനിൽ നിന്നും ചോദിക്കാം. അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ആണോ ബിസ്? അല്ല മാം, ഹോസ്പിറ്റൽ ത്രൂ സ്പ്രെഡ് ചെയ്യുന്ന ഇത് ബിയും സിയും ആണോ വരുന്നത്? ഹോസ്പിറ്റൽ ത്രൂ അല്ല, ബോഡി ഫ്ലൂയിഡ് വഴിയാ. ബ്ലഡ്, അതേപോലെ എക്സ്ട്രീറ്റ് ഒക്കെ ഉണ്ടല്ലോ, പേഷ്യന്റ് എക്സ്ട്രീറ്റ് ഉണ്ടല്ലോ. നമ്മളിപ്പോ ഒരാൾ യൂസ് ചെയ്താൽ നമ്മൾ വീണ്ടും രോഗമൊന്നും ഇല്ലാത്ത ഒരാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ മനസ്സിലായില്ലേ? അത് ഹോസ്പിറ്റലിനല്ല, എന്താണോ ഡിസ്ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടാവില്ല ചിലപ്പോൾ ആ ഒരു പ്ലേസ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ ഏത് ഹെപ്പറ്റൈറ്റിസ് ആണ് എന്നുള്ളത് അങ്ങനെ ഒരു എന്താ പറയാ, നമ്മള് അകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതാൻ പറ്റണം ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ബോഡി ഫ്ലൂയിഡ് മൂലം വരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ്, അല്ലെങ്കിൽ ജോണ്ടിസ് ആണ്, ഹെപ്പറ്റൈറ്റിസ് ആണ്. പിന്നെന്താണ് ചോദിക്കാറ്? ഏതൊക്കെയാണ് ബോഡി ഫ്ലൂയിഡ്? ബ്ലഡ്, എക്സ്ക്രീറ്റ. നമ്മള് ഒരാള് ഹെപ്പറ്റൈറ്റിസ് ഉള്ള ഒരാള് കഴിച്ച ഫുഡ് കഴിക്കുന്ന പാത്രം നമ്മൾ കഴിക്കൂല, നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കൂല. കാരണം എന്താണ്? നമ്മൾ മുമ്പ് കൊറോണ വന്ന സമയത്ത് ഫോളോ ചെയ്ത ക്വാറന്റൈൻ പോലെ തന്നെയാണ് ഹെപ്പറ്റൈറ്റിസ് വരുന്ന ആൾക്കും നമ്മൾ കൊടുക്കാറുള്ള ക്വാറന്റൈൻ. അതേപോലെ കാര്യങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. ഈ ഹെപ്പറ്റൈറ്റിസ് ബി പൂർണ്ണമായിട്ട് മാറിയ ഒന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ഹെപ്പറ്റൈറ്റിസ് ബി ആയതുകൊണ്ട് പൂർണ്ണമായിട്ട് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമ്മളെപ്പോഴാണോ നമ്മുടെ പ്രതിരോധ ശക്തി വീക്ക് ആകുന്നത് ആ സമയത്ത് വീണ്ടും ഈ ഹെപ്പറ്റൈറ്റിസ് ബി ഇത് നമ്മളെ ബോഡീനെ അറ്റാക്ക് ചെയ്യും. അപ്പം നമ്മൾ എന്തെങ്കിലും പനിയോ അങ്ങനത്തെ പോലെ എന്തെങ്കിലും സിംറ്റംസ് കാണുകയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഓക്കെ ആണോ? നെക്സ്റ്റ് ഏതായിരുന്നു? മീസിൽസ്. മീസിൽസിന്റെ വൈറസ് തന്നെയാണ്, സെയിം തന്നെയാണ് കേട്ടോ. കോളറോ നമുക്ക് ടെസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഏതാണ് കോളറോ സ്പ്രെഡ് ചെയ്യുന്ന എന്ത് ബാക്ടീരിയ? ആ പേരിൽ തന്നെ ഉണ്ട്. ഏതാണ്? വിബ്രിയോ കോളറ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു പിന്നെ ഒരു ചാൻസ്. Which are the two types of disease? അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതേതും ടു ടൈപ്സ് ഓഫ് ഡിസീസ് മെത്തേഡ് ഓഫ് സ്പ്രെഡിങ് ഡിസീസ് ടു ടൈപ്സ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മനസ്സിലായില്ല? ഓക്കെ, നമ്മൾ അസുഖങ്ങൾ വരത്താൻ കാരണമായിട്ടുള്ള എന്താ പറയാ, മെയിൻലി ടു ടൈപ്സ് ഡിസീസ് ആർ മെയിൻലി വിച്ച് ആർ ദ ടു ടൈപ്സ് ഓഫ് ഡിസീസ്, അല്ലെങ്കിൽ ഏതെല്ലാമാണ് രണ്ട് ടൈപ്സ് ഡിസീസ് എന്ന് ചോദിക്കും. അപ്പൊ കണ്ടീജിയസ് ആൻഡ് ഇൻഫെക്ഷൻ തന്നെ എഴുതണം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ പോർഷനിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പൊ, ഇല്ലേ? മാം ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ഒന്നുകൂടി പറയോ? നമ്മള് ഏതൊക്കെ ടൈപ്പാണ് അസുഖങ്ങളുള്ളത്? കണ്ടീജിയസ് ആൻഡ് ഇൻഫെക്ഷൻ. കണ്ടാജീനിയസ് ഓർ ഇൻഫെക്ഷൻ ഡിസീസ്. പ്രൊണൗൺസിയേഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്, രണ്ട് രീതിയിലും പ്രൊണൗൺസ് ചെയ്യും. ഒന്ന് അമേരിക്കൻ ഇംഗ്ലീഷ്, മറ്റേത് ബ്രിട്ടൻ. അപ്പൊ കോണ്ടേജീനിയസും കണ്ടാജീനിയസും എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. ഏതൊക്കെയാണ് രണ്ട് ടൈപ്പ് അസുഖങ്ങൾ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ,
മാം അതിന്റെ ഇങ്ങനെയാണോ? ഒന്ന് ഇൻഫെക്ഷൻ ഡിസീസും അങ്ങനെയാണോ മാം രണ്ടെണ്ണം പറഞ്ഞ്? അങ്ങനെയാണ്. പിന്നെ ഉള്ളിൽ നിന്ന് ആയിരിക്കും കൂടുതൽ കുറച്ച് അങ്ങനെ ഡീപ്പായിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക നന്നായിട്ട്. കോമൺ ചൈൽഡ് ഡിസീസ് റിവിഷൻ ഇന്ന് നിങ്ങൾ ചെയ്ത ചാപ്റ്റർ ഏതാണ്? കോമൺ ചൈൽഡ് ഡിസീസ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? എല്ലാവർക്കും ഞാൻ ആക്ടിവിറ്റീസ് ഒന്നും അധികം വലിയ ആക്ടിവിറ്റീസ് ഒന്നും തരുന്നില്ല. പക്ഷെ നിങ്ങളത് റിവൈസ് ചെയ്യാം. നമുക്ക് ഒത്തിരി എന്താ പറയാ അത്രയും റിവിഷൻ നടത്താനുള്ള ടൈം. ഇപ്പൊ 3rd യൂണിറ്റ്സ് ആണെങ്കിൽ കുഴപ്പമില്ല. പാർട്ട് 3 ആണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ട് ഇല്ലേ? ഞാൻ ചാപ്റ്റർ എടുക്കുമ്പോൾ തന്നെ റിവൈസ് ചെയ്തുകൊണ്ട് അത് ഓർമ്മയിലുണ്ടാവും. മൂവ്മെന്റ്സും സൊസൈറ്റി ഓഫ് കൊഹീഷനും നോർമലൈസേഷൻ ഡിവിയേഷനും ഒക്കെ എല്ലാവർക്കും ഓർമ്മയിലില്ലേ? ഇനി നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞന്ന് എല്ലാവർക്കും ഏകദേശം സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? മനസ്സിലായിട്ടുണ്ടല്ലേ? പറഞ്ഞോടാ. ഈ മെസിൽസിന്റെ എന്താന്നൊന്ന് പറയോ? അത് മനസ്സിലായില്ല. വൈറസ് തന്നെയാണ് വരുത്തുന്നത്. ഏതാ കേൾക്കണില്ല, പറയൂ. ഈ സ്റ്റെപ്സിന്റെ വൈറസ് തന്നെ വരുത്തുന്നത്. ഓക്കെ, അത് ടൈപ്പ് ചെയ്തയക്കാം. സെയിം തന്നെയാ, ആ പേരിൽ തന്നെയുണ്ട്. കോളറ ഇടാന്ന് പറയുന്നു. കോളറ എങ്ങനെ സ്പ്രെഡ് ആണ്? ഫിബ്രിയോ കോളറ സ്പെല്ലിംഗ് ആണോ? വേണ്ട. ഓക്കെ, ഫിബ്രിയോ കോളറ. നന്നായിട്ട് നോക്കുക. നമ്മളുടെ ടെസ്റ്റ് നമ്മളെ ലെക്ചർ നോട്ട് ചെയ്തിരിക്കുന്നത്, അതേപോലെ തന്നെ പോയിന്റ്സുകളൊക്കെ നന്നായിട്ട് ഒന്ന് പഠിച്ചിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കോമൺ ചൈൽഡ് ഡിസീസ് ആണ്. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുമ്പോൾ എല്ലാവരും പറയാനായിട്ട് റെഡി ആയിരിക്കണം. മോണ്ടിസോറി ടൈമിന്റെ കാര്യം ഞാൻ ഡിസ്ട്രിക്റ്റിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മിസ് പറഞ്ഞത് മിസ്സിന് കഴിയാറായി, നമുക്ക് അങ്ങനെ എക്സാം കൊടുക്കാന്നാ പറഞ്ഞത്. അശ്വതി ടീച്ചർ ഇപ്പൊ ഏത് പോർഷൻ എടുത്തോണ്ടിരിക്കണേ? ടെൻഡൻസി കംപ്ലീറ്റ് ആയിട്ടില്ലേ? അത് കംപ്ലീറ്റ് ആയി. ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കും നെക്സ്റ്റ് വീക്ക് മുതൽ. ഓക്കെ, അപ്പൊ നോക്കാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു കോമൺ ചൈൽഡ് ഡിസീസ് ഡിസ്കസ് ചെയ്യാം. നമ്മളെ ആക്ടിവിറ്റി ഏതൊക്കെ കംപ്ലീറ്റ് ആയെന്ന് പറയാം. പിങ്ക് ടവർ കംപ്ലീറ്റ് ആയില്ലേ? കളറിംഗ് ബോക്സ് കംപ്ലീറ്റ് ആയി. ഫ്രെയിമർ, ബോക്സ്, ഷൂലേസ് ഫ്രെയിമർ, അതുപോലെ തന്നെ പിങ്ക് ടവർ, കളർ ബോക്സ്, അതാണ് ഇപ്പൊ ചെയ്തത്. സാൻഡ് പേപ്പർ ലെറ്റർ. ഏതാണ്? സാൻഡ് പേപ്പർ ലെറ്റർ. ഒന്നുകൂടി പറയോ? സാൻഡ് പേപ്പർ ലെറ്റർ. ഒരാൾ പറയട്ടെ, എനിക്ക് ക്ലിയർ ആവണില്ല. കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന സാൻഡ് പേപ്പർ ഇല്ലേ മിസ്സേ, അത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ലെറ്റേഴ്സ് ഉണ്ടാക്കും. അത് ചാർട്ട് പേപ്പറിന്റെ അത് അത് ജിഷ ടീച്ചർ വന്നേക്കണതാ. മിസ്സേ ബീഡ്സ് ഈ മുത്തുകളൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. അതും ചെയ്ത് അത് കഴിഞ്ഞോ? ഇത്രയും കഴിഞ്ഞു. ഞാൻ ബട്ടണിങ് ഫ്രെയിമില് ഏതെങ്കിലും മിസ്സായിട്ടുണ്ടാകും നിങ്ങൾ നോക്കണം കേട്ടോ. പ്രസ് ബട്ടൺ ഫ്രെയിം, നോർമൽ ബട്ടൺ ഫ്രെയിം, ലേസ് ഫ്രെയിം, ബെൽറ്റ് ഫ്രെയിം, ഹുക്ക് ബട്ടൺ ഫ്രെയിം, വെൽക്രോ ചെയ്തിട്ടുണ്ട്. ഈ പ്രസ് ബട്ടൺ എന്ന് പറയുന്നത് നമ്മളെ സാധാരണ ഡ്രസ്സിൽ വെക്കുന്ന പ്രസ് ബട്ടൺ അല്ലാതെ ഷൂസിനൊക്കെ കാണുന്നതാണോ? അതാണെന്ന് ഷൂസിനൊക്കെ ഉണ്ടാവില്ലേ ഒരു പറയുന്ന ഒരു സംഭവം, അതാണെന്ന് പറയുന്നതായിട്ട് ഇങ്ങനെ. അത് വെൽക്രോ. അതാണോ ഉദ്ദേശിക്കുന്നത്? അതില് ചെയ്യണം എന്നൊക്കെ പറയുന്നത് അതില് വേറെയാണ്. ഞങ്ങളോട് 3 എണ്ണല്ലേ ചെയ്യാൻ പറഞ്ഞേ. സാധാരണ ബട്ടന്റെയും ഷൂലേസ് കംപ്ലീറ്റ് ആക്കണം. അത് ചോദിച്ചാൽ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഉണ്ടാവും. ഷൂസിലേക്ക് നമ്മൾ ഉദ്ദേശിച്ചതല്ലേ? ഇതന്നെ മാം. അത് വെൽക്രോ ആണ് കേട്ടോ. ഇത് ഉണ്ടാക്കേണ്ടതാണോ? ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടുമോ മിസ്സേ? എന്താണ്? ഇത് വാങ്ങിക്കാൻ കിട്ടും, ഫാൻസിയിലൊക്കെ കിട്ടും.
അതേപോലെ ഫ്രെയിം ഇല്ലേ, വുഡൻ ഫ്രെയിമും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് കിട്ടുന്നുണ്ടെന്നാ പറഞ്ഞ കേട്ടാ. വുഡൻ ഫ്രെയിം ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന സ്റ്റോറുകൾ വീടിന്റെ അടുത്തെങ്കിലും ഒന്ന് ചോദിച്ചു നോക്ക്. 4 പീസായിട്ട് ഇതൊന്നും നിസ്സാരം പൈസയോട് വുഡൻ തന്നെ കിട്ടുന്നുണ്ട്, കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ഒന്ന് അന്വേഷിക്കണോട്ടെ നിങ്ങള് കേട്ടാ. അപ്പൊ ഞാൻ ഫ്രെയിമുകളുടെ ലിസ്റ്റ് ഞാൻ ഇപ്പൊ നിങ്ങള് പ്രാക്ടീസ് റെക്കോർഡ് ചെയ്ത് തുടങ്ങിയാ? ഇല്ല തന്നിട്ടില്ല. ഇല്ല അല്ലേ? ഓക്കെ ഓക്കെ. നാലാമത്തെ പറഞ്ഞോളൂ. നാലാമതായിട്ടുള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ പ്രാക്ടീസ് റെക്കോർഡിലാണ് ഇത് വരുന്നത്. ബട്ടണിങ് ഫ്രെയിമില് ഓരോന്നും ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കാനുണ്ട്. നിങ്ങൾ ടൈം പോലെ നിങ്ങൾ അത് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. ഇത് നമ്പർ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഓരോന്ന് ഇടാണ്. അപ്പോ ഏതാണ് മിസ്സായിട്ടുള്ളത് നോക്കിയിട്ട് നിങ്ങള് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ബെൽറ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബെൽറ്റ് ഫ്രെയിം ചില കുട്ടികൾ ചെയ്യുമ്പോ ഇല്ലേ, നമ്മളെ സ്ക്രാപ്പ്, നമ്മുടെ വാച്ചിന്റെ സ്ക്രാപ്പില്ലേ, വാച്ചിന്റെ ആ ഒരു ഇത് അത് വെച്ചിട്ട് ചെയ്യണായിട്ട് കണ്ടിട്ടുണ്ട്. കുഴപ്പം നല്ലതാണ് അത്. നമ്മള് പിള്ളേർക്ക് വാച്ച് അല്ലെങ്കിൽ പൈസയുടെ അല്ലാത്ത വാച്ച് വാങ്ങിക്കാൻ കിട്ടില്ലേ, അതിലേക്ക് വെച്ചിട്ട് ചെയ്യണം നല്ലതായിരിക്കും. അല്ലെങ്കിൽ പഴയ വാച്ച് വെച്ചിട്ട് നമുക്ക് ബെൽറ്റ് ഫ്രെയിം ചെയ്യണമെന്ന് കുഴപ്പമുണ്ടാവില്ല അല്ലെ. അതേപോലെ തന്നെ പഴയ ബെൽറ്റ് ഉണ്ടാവില്ല വീട്ടിൽ യൂസ് ചെയ്തിട്ട് നമ്മള് എന്തെങ്കിലും കാര്യം കൊണ്ട് പൊട്ടിപ്പോയതോ അങ്ങനത്തെ എന്തെങ്കിലും ബെൽറ്റ് ഉണ്ടെങ്കിൽ ആ ബെൽറ്റ് ഫ്രെയിം അങ്ങനെ ചെയ്താൽ മതി. നല്ലത് തന്നെ ചെയ്യണമെന്നില്ല. നോക്കാം, ഇത് പറ്റുമെങ്കിൽ നോക്കാം. പിന്നെ ഹുക്ക് അറിയാലോ, ഹുക്ക് ഫ്രെയിം. പിന്നെ ലേസ് ഫ്രെയിം നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ലേസ് ഫ്രെയിം. ദെൻ 6th വൺ നോർമൽ ബട്ടൺ ഫ്രെയിം. ഫസ്റ്റ് നമ്മൾ അതാണ് ചെയ്തത്, നോർമൽ ബട്ടൺ ഫ്രെയിം. നമ്മുടെ ബട്ടണിങ് ഫ്രെയിംസിൽ 6 എണ്ണാണ് ഉള്ളത്. ഇത്രയും നമുക്ക് ചെയ്യാനുള്ളതാണ്. 6 എണ്ണം. ഇതിൽ 3 എണ്ണം ചെയ്തു, ബാക്കി 3 എണ്ണം നിങ്ങൾ അവൈലബിലിറ്റി നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ടൈം നോക്കിയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രാക്ടിക്കൽ സെഷനിലേക്ക് എത്തുമ്പോഴേക്കും ഇതെല്ലാം ചെയ്തിരിക്കണം. ഓക്കെ മാം, ആ ബെൽറ്റ് ഫ്രെയിമിന്റെ ഒരു മോഡൽ കാണിച്ചു തരുമോ? ബെൽറ്റിന് ഞാൻ കാണിച്ചു തരാം. ഒന്ന് അറിഞ്ഞു കൊടുക്കാം. കാണുന്നുണ്ടോ? കണ്ടോ നിങ്ങള്? നിങ്ങൾക്ക് ഒരു ബെൽറ്റിന്റെ ഉള്ളെങ്കിൽ ഒരു ബെൽറ്റിന്റെ വെച്ച് ചെയ്താൽ മതി കേട്ടോ. ഇതേപോലത്തെ ചിലപ്പോ കിട്ടും, നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. നിങ്ങൾ കാണുന്നില്ലേ പഴയ ബാഗില്ലേ, ഇത് കണ്ടോ? ബെൽറ്റ് ഫ്രെയിമിൽ ഇത് വെച്ചാലും മതി. പഴയ ബാഗ് കിട്ടൂലേ, നമ്മള് കുറച്ച് കുട്ടികളുടെ കേടായിട്ടുള്ള ബാഗ്, അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കേട്ടാ, മനസ്സിലായോ? 2 ടൈപ്പ്, ഒത്തിരി ടൈപ്പ് ഉണ്ട്. സാധാരണ സ്ക്രാപ്പ് അതേപോലത്തെ ബെൽറ്റിന്റെ ഫ്രെയിമും ഇതും കൂടി ഒരു ഫ്രെയിമിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഫ്രെയിം കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. നോക്കിട്ടാ, അവൈലബിൾ ആണെങ്കിൽ ചെയ്യണം. കേട്ടല്ലോ? കിട്ടുമോ നോക്ക് നിങ്ങള്. സ്ക്രാപ്പ് വെച്ചിട്ടുള്ളത് ഇത് ആ ഒരു ബാഗിന്റെ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ. പഴയത് മതി, നമ്മളൊന്ന് റിപ്പയർ ചെയ്തെടുത്താൽ മതിയാവുമല്ലോ. ഓക്കെ അല്ലേ എല്ലാവരും? അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു ബാച്ചിൽ നിന്നാണ് ഒരു കുട്ടി റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടിയാണ്. അപ്പൊ ആള് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ആൾക്ക് ഫ്രെയിം ചെയ്തിട്ടുണ്ട്, 4 3 ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ അയച്ചുതരാം. അതെങ്ങനെ പ്രസന്റ് ചെയ്യണം. ഞാൻ റെക്കോർഡ് ക്ലാസ് കാണുന്നതാണ്. അപ്പൊ റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികളും ഇത് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോ ലൈവ് ക്ലാസ്സിൽ കയറുന്നവർ മാത്രമല്ല, റെക്കോർഡ് ക്ലാസ് കാണുന്നവരും നമ്മൾ തന്നെ ആക്ടിവിറ്റീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം. എനിക്ക് അറിഞ്ഞുകൂടാ റെക്കോർഡ് ക്ലാസ് കാണുന്നവര് ലൈവ് ക്ലാസ് കാണുന്ന കുട്ടികളാണെന്ന് നേരിട്ട് പരിചയമുള്ളൂ. പക്ഷെ അവരും അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ.
അവര് നമ്മളോട് ഗ്രൂപ്പിൽ ചോദിക്കാറുണ്ട് ഇന്ന് എന്താ പറഞ്ഞ, എന്തൊക്കെ ഉണ്ട് ആക്ടിവിറ്റീസ്, കൂടുതലായിട്ട് എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്നൊക്കെ അവർ തിരക്കാറുണ്ട് നമ്മളോട്. അല്ലേ? നല്ലതാണ്. കാരണം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്തെങ്കിലും ചാപ്റ്ററിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വോയിസ് എനിക്ക് സെൻഡ് ചെയ്ത് തരും. അപ്പോ ഞാൻ അത് ക്ലിയർ ചെയ്ത് കൊടുത്തോളാം. അങ്ങനെ എനിക്ക് കഴിഞ്ഞ ദിവസം ഈ ഫ്രെയിമിന്റെ കാര്യം ഫുള്ളായിട്ട് ഇത്രയും ഫ്രെയിം ആണോ ഉള്ളത്, ഇനി എന്തെങ്കിലും ഫ്രെയിം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇത്രയും ഫ്രെയിംസും കൂടി ഉണ്ട്. അപ്പൊ അത് കംപ്ലീറ്റ് ആക്കാം. എല്ലാവരും ടൈം പോലെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കാം. പ്രാക്ടീസ് സെഷനിൽ വന്നേക്കാളും മുമ്പ് ഞങ്ങൾ തന്നിട്ടുള്ള ഈ ഇതൊക്കെ പാറ്റക്സിന്റെ മോഡലുകളാണ്. നമുക്ക് ശരിക്കും പാറ്റക്സ് വാങ്ങിക്കാൻ നല്ല പൈസയാവും. നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുമല്ലോ, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ മോണ്ടിസോറി പാറ്റക്സിന് അല്ലെങ്കിൽ മെറ്റീരിയൽസിന് നല്ല പൈസയാണ്. നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കിയിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോ സൈൻ ഔട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ? തോട്ട് ഓഫ് ഒരു തോട്ട് പറഞ്ഞിട്ട് സൈൻ ഔട്ട് ചെയ്തോട്ടാ. ആരെങ്കിലും റെഡി ആണോ? ആരും റെഡി അല്ല? ഓക്കെ മോൾ പറഞ്ഞു. അഫ്ന പറഞ്ഞോടാ. 1 minute കേട്ടോ മാം. അഫ്ന ഓക്കെ, ഞാൻ തന്നെ പറയാം. സൈൻ ഔട്ട്. എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ. മാം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇവിടെ അടുത്തൊരു മരണം നടന്നോണ്ട് ആ വണ്ടി ഇപ്പൊ ഇതിലെ പാസ് ചെയ്യണോണ്ടൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ കുഴപ്പമില്ല കേട്ടോ, ഞാൻ പറഞ്ഞോളാം. അന്ന് ഷഹദൂരം പറഞ്ഞോ. Small improvement in our life leads it even change our personality. If we work hard in our life, we can achieve our goal. First, we need a good mind. If can surely achieve, I pray us will have the same mind as you. Also have a nice day. Signing in, Sahaduna.